അപ്പം എങ്ങനെ തുടങ്ങുമല്ലേ? നമുക്കിന്ന് കുറച്ച് കുടംപുളി ഉണക്കിയാലോ? ആദ്യം നമുക്ക് കുറച്ച് കുടംപുളിയൊക്കെ പെറുക്കിയിട്ട് വരാവേ. ഇതാ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തോടിൻ്റെ കരയിൽ നിൽക്കുന്ന കുടംപുളിയാണ്. അത് പറഞ്ഞപ്പോഴാണ് കുടംപുളിക്ക് നമ്മൾ തോട്ടുപുളി എന്നും പറയവേ. ഇതാ ഇത്രേ ഈ ബാച്ചിൽ കിട്ടിയുള്ളൂ. ഈ കാണുന്നത് അടുത്ത ബാച്ചിൽ കിട്ടിയതാണ്. നമ്മുടെ കോട്ടയം മീൻകറിയുടെ മെയിൻ ഐറ്റമാണ് കേട്ടോ ഇത്. ഇന്ന് ഇത്രേ കിട്ടിയുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിന്നതാ. സൂക്ഷിച്ച് നോക്കിയ അക്കരയ്ക്ക് തോട്ടിൽ ഒരാളെ കാണാവേ. ഇന്ന് കിട്ടിയ പുളിയൊക്കെ നമുക്കിനി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയ പുളിയൊക്കെ ഇനി കട്ട് ചെയ്തെടുക്കണേ. ഇതിനുള്ളിൽ പുളിങ്കുരു ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഉടനെ ഇടാവേ. കഴിക്കാൻ നല്ല പുളിയൊക്കെ ഞാൻ നോക്കി പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനിവിടെ കേരളത്തിൽ മാത്രമല്ല കേട്ടോ, അങ്ങ് ശ്രീലങ്കയിലും നല്ല പിടിയാണ്. ഇന്ത്യയിൽ കൂടാതെ ശ്രീലങ്കയിലും കറികൾക്ക് പുളി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ കുടംപുളിയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ബാച്ച് പുളി മൊത്തം നമ്മൾ പുളിങ്കുരു എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കാനിടാം. നല്ലപോലെ വെയിലുള്ളിടത്ത് ഒരു ഷീറ്റ് വിരിച്ച് അതിലേക്ക് ഇതെല്ലാം കൂടെ നമുക്ക് കുടഞ്ഞിടാവേ. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ നിരത്തി കൊടുക്കണം. ഈ ചേരിലിരിക്കുന്ന പുളിയൊക്കെ നമ്മൾ 2-3 ദിവസങ്ങളായിട്ട് പെറുക്കി ഉണക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ രണ്ടായിട്ടാണ് തിരിഞ്ഞിട്ടിരിക്കുന്നത്. മുകളിലത്തെ ചേരിൽ നമ്മൾ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയ പുളിയും താഴത്തെ ചേരിൽ ഉണങ്ങാനുള്ള പുളിയാണ് ഇട്ട് ഉണക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ പുളിയെല്ലാം നമുക്കെടുത്ത് ഒന്നും കൂടെ വെയിൽ കൊള്ളിച്ചെടുക്കാം. ആദ്യം ഉണങ്ങാത്തതൊക്കെ നമുക്ക് ഒരു ഷീറ്റിൽ നിരത്തിയിടണം കേട്ടോ. ഇത് 2 പ്രാവശ്യമായിട്ടുള്ള പുളികളാണ്. നല്ലതുപോലെ നമ്മൾ നിരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം ഈ നിരത്തുന്നത് ഓൾമോസ്റ്റ് ആയ പുളിയാണ് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ഈ പുളിയൊന്ന് വെയിൽ കൊള്ളിച്ചെടുക്കുവേ. ഉണങ്ങാനുള്ളതും ഉണങ്ങിയതും ഒക്കെ വെയിൽ കൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉണങ്ങിയെടുത്ത പുളിയെല്ലാം നമ്മൾ തിരിച്ച് ചേരിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതാണ് എൻ്റെ മെയിൻ സ്റ്റെപ്പ്. ഈ പുളിയെല്ലാം നമുക്കിനി ഒന്ന് പുകച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉണങ്ങി നമ്മൾ കറിക്കകത്ത് ഇടുന്ന പരുവത്തിൽ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കൊതുമ്പും ചിരട്ടിയും പച്ചിലയൊക്കെ ഇട്ടാണ് പുകച്ചെടുക്കുന്നത്. പച്ചില ഇടുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതായിട്ട് പുക കിട്ടും. ഇതേ പ്രോസസ്സ് ദിവസം ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിതൊന്ന് ഉണങ്ങി പരുവത്തിനായിട്ട് കിട്ടുന്നത്. നമ്മുടെ ഈ കുടംപുളിക്ക് കോമൺ ആയിട്ട് പറയുന്നത് മലബാർ ടാമറിൻഡ് എന്നും പിന്നെ ഗർഷിനിയ കമ്പോജിയ ബ്രിൻഡിൽബെറി എന്നൊക്കെ പേരുണ്ട്. കറികൾക്ക് രുചി കൂട്ടാൻ മാത്രമല്ല, അതേപോലെ തന്നെ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ്, ഡൈജഷൻ, ഇൻഫ്ലമേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുകൊണ്ട് ആള് നിസ്സാരക്കാരനല്ല. ട്രഡീഷണൽ മെഡിസിനും പുള്ളിക്ക് ഭയങ്കര വാല്യൂ ആണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവേ. അപ്പോൾ ബൈ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സപ്പോർട്ട് ചെയ്തേക്കണേ.
എല്ലാവർക്കും നന്ദി.